ഞാൻ ജഗന് താമസിച്ച് കിട്ടിയത് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. എനിക്ക് ഇന്ന് കിട്ടിയത് ഒരു മാനസിക ആത്മിക ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ വിഭാവനം ചെയ്ത നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള ഒരു സംഘടന. നമുക്കറിയില്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ അനുശിഷ്യനായിരുന്നില്ലേ സഹോദരൻ അയ്യപ്പൻ? മഹാരാജ്യത്ത് ജനിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ 138 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്താകിയ സന്ദേശം പറഞ്ഞതുപോലെ സർവരും സോദരത്വേന വാഴുന്ന ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. വ്യത്യസ്ത വേദങ്ങളുടെ പഠിക്കുന്ന ആളുകളുടെ അവർ കൂടി ഒരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം മതം. അത് അയൽവാസിയായിട്ട് ആള് മതമേതെന്നോ ജാതി ഏതെന്നോ വർണ്ണമേതെന്നോ ഭാഷ ഏതെന്നോ നോക്കാതെയാണ് റസൂലുള്ളാഹിയുടെ കൽപ്പന ഉള്ളത്. അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി മൂവാറ്റുപുഴ അതിരൂപത മലങ്കര കത്തോലിക്ക സഭ ബിഷപ്പ് ഡോക്ടർ യോഹാനോൻ മാർ തിയോഡോഷ്യസ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് വന്ദനമുണ്ടായിരിക്കട്ടെ. വേദിയിൽ ആയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിൽ ആയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, അനന്തമായ ആത്മസന്തോഷത്തോടു കൂടിയാണ് ഈ മാനവീയം 2026 വേദ പഠിതാക്കളുടെ സംഗമത്തിൽ ഞാനായിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് മതം തീവ്രവാദത്തിലേക്ക് പോകുന്നത്, തെറ്റായ ദിശയിലേക്ക് പോകുന്നത്. അവിടെയാണ് തിരുത്തലുകൾ വരേണ്ടത്. ശരിയായ കോണ്ടെക്സ്റ്റിൽ വ്യാഖ്യാനങ്ങൾ ബൈബിളായാലും രാമായണമായാലും ഖുർആനായാലും നടത്തിയാൽ അതിന്റെ സത്യം ഒന്നേ ഉള്ളൂ: നന്മ, സ്നേഹം, കാരുണ്യം, ഇത്രയൊക്കെ ഉള്ളൂ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 1924 അഥവാ ഒരു നൂറ്റാണ്ട് മുമ്പ് സർവമത സമ്മേളനം നടന്ന അനുഗ്രഹീതമായ മണ്ണിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പല ഘടകങ്ങളാൽ അനുഗ്രഹീതമായ ഒരു മണ്ണിൽ വളരെ പ്രസക്തമായ ഒരു പോയിന്റിലാണ് നാം സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതസമൂഹങ്ങൾക്കിടയിൽ യോജിപ്പിന്റെ തലങ്ങൾ ധാരാളമുണ്ട്. അടഞ്ഞ വാതിലുകളല്ല നമുക്കിടയിൽ ഉണ്ടാകുന്നത്, തുറന്ന വാതായനങ്ങളാണ്. അതുപോലെ തന്നെ മതങ്ങൾ നമുക്കിടയിലുള്ള മതിലുകളല്ല, മറിച്ച് നമുക്ക് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ള ദർശനപരമായ ആദർശപരമായ ഇടങ്ങളാണ്. മത സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരമല്ല. വൈവിധ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൗന്ദര്യമാണ്, അത് നമ്മുടെ കരുത്താണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് പറയുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒന്നാവുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ വ്യത്യസ്തരായിക്കൊണ്ട് തന്നെ, വിഭിന്ന വീക്ഷണങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്കൊന്നായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്, വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. അതേസമയം മനുഷ്യരുമായി ബന്ധപ്പെട്ട, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട, സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പരസ്പരം ചേർത്ത് നിർത്താനാണ് ഓരോ മതവും മനുഷ്യരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാജ്യത്ത് ജനിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. വൈവിധ്യങ്ങളുടെ ഈ പവിത്രതയിൽ എനിക്കൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങളുടെ ജീവനെ ഞാൻ ആദരിക്കുകയും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുകയും ചെയ്യും. ഞങ്ങൾക്കിടയിൽ വെറുപ്പും
വിദ്വേഷവും പരത്തുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ തിരിച്ചറിയുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യും. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ ഞാൻ പ്രയത്നിക്കും. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വിചാരം കേരളം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എനിക്ക് വേറെ ഒരു പുതിയ ജീവിതം തന്നിരിക്കുകയാണ്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഞാൻ ജഗന് താമസിച്ച് കിട്ടിയത് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. എനിക്ക് ഇന്ന് കിട്ടിയത് ഒരു മാനസിക ആത്മിക ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. മാനവീയം എന്ന ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിജയപ്രദമായി തീർന്നു എന്നതിലാണ് ഏറ്റവും സന്തോഷമുണ്ട്. ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ വീണിരിക്കുന്ന വിത്തുകളാണ്. സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, പരസ്പര ഐക്യത്തിൻ്റെ, ഒന്നിച്ച് നേടേണ്ട പുരോഗതിയുടെ ആ വിത്തുകളാണ് നമ്മുടെ എല്ലാം മനസ്സിൽ വീണിരിക്കുന്നത്. ഇത് വളർന്ന് വികാസം പ്രാപിച്ച് നല്ലൊരു നാടിനെ കെട്ടിപ്പടുക്കുന്നതിന് സഹായകരമായി ഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. വരും കാലങ്ങളിൽ ഇതൊരു ഉജ്ജ്വലമായി ഇതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളേവരും ഇവരോടൊപ്പം അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഇവർക്ക് ജഗതീതാവിന്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആലുവ അദ്വൈതാശ്രമത്തിന്റെ പവിത്രമായ മണ്ണിൽ സർവമത പണ്ഡിതന്മാരുടെയും വേദപഠിതാക്കളുടെയും മഹാസംഗമമായി നടന്ന മാനവീയം 2026 വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ ഈ അഭിമുഖീകരിക്കുന്നത്. ശിവഗിരി മഠത്തിലെ സ്വാമി ജ്ഞാനതീർത്ഥ എന്നാണ് എൻ്റെ നാമകരണം. ശിവഗിരി മഠത്തിൻ്റെ തമിഴ്നാട് കർണാടക കോർഡിനേറ്ററാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിഭാവനം ചെയ്ത ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതിനെ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു മഹാസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. എന്താണോ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെട്ടത് അതിൻ്റെ പരിപൂർണത ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ അനുഭൂതി നമ്മൾ നുകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വ്യത്യസ്തമായിരിക്കുന്ന 3 മതങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന മതപണ്ഡിതന്മാരും മതപഠിതാക്കളും ശ്രോതാക്കളായിരിക്കുന്നവരും ഈ വേദിയെ എത്തി ധന്യമാക്കിയിരിക്കുന്നു. രണ്ടാമത് നടന്ന ഈ മഹാസമ്മേളനം പൂർണ്ണമായും വിജയപ്രദമായിരിക്കുകയാണ്. 3ാമത്തെ സമ്മേളനം 2027 ഈ കാലഘട്ടത്തിൽ നടക്കുമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു.